സന്തോഷത്തിന്റെ അനുഗ്രഹങ്ങളുടെയും ഒരു നിമിഷം തന്നെ. എന്നാലും ഇന്ത്യയിലായിരിക്കുമ്പോൾ നമ്മളൊക്കെ സാറിന് ഇപ്പോൾ കേൾക്കുന്നത് പോലെ പലപ്പോഴാണ് വാർത്തകൾ കേൾക്കുന്നത് പോലെ തന്നെ കേരളത്തിൽ പോലും നമ്മുടെ പ്രസൻസ് ഇപ്പോൾ ഒരു തരത്തിലൊരു ശല്യമായിട്ട് വേദനയായിട്ട് ബുദ്ധിമുട്ടായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനേക്കാളുപരിയായിട്ട് ഇപ്പോൾ ഒറീസയിലും ഒറീസയിലും ഛത്തീസ്ഗഡിലും യുപിയിലൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങളെ തടഞ്ഞിർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പല വിഭാഗം ആൾക്കാർ ചെയ്യുന്നു. പല ക്രിസ്മസ് പ്രോഗ്രാംസും കരോൾസിങ്ങും അത് വഴിക്ക് വെച്ച് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു, റദ്ദാക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യാനി ആയിരിക്കും, അന്നത്തെ ലോകത്തിൽ ക്രിസ്ത്യാനി ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലും ഒരു വെല്ലുവിളി തന്നെ. ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്നത് വഴിയായിട്ട് നമ്മൾ ഓരോരുത്തരും, ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ക്രിസ്ത്യാനി നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ക്രിസ്തുവിന്റെ മൂല്യങ്ങൾക്കനുസരിച്ച്, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുക. അതുപോലെ തന്നെ അത് വെല്ലുവിളിയായിട്ട് മാറുന്നത് ഇന്നത്തെ ലോകം നമുക്ക് മുന്നിൽ വെച്ചിട്ടുള്ളതായ എല്ലാ പ്രലോഭനങ്ങൾക്കും അതീതമായിട്ട്, എല്ലാ പീഡനങ്ങൾക്കും അതീതമായിട്ട് ജീവിക്കുവാൻ കഴിവുള്ള വ്യക്തികളായിട്ട് നമുക്ക് മാറുക. നമ്മുടെ സാന്നിധ്യം ഒരിക്കലും നമ്മൾ ആക്കുന്നതിന് ഒരു ശല്യമായിട്ട് മാറുന്നില്ല. നമ്മൾ ആരെങ്കിലും ദ്രോഹിക്കുന്നില്ല, വേദനിപ്പിക്കുന്നില്ല. കർത്താവ് പറയുന്നതുപോലെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സ്നേഹിക്കുക, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ അത് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ തന്നെയും നമ്മുടെ സാന്നിധ്യം ഒരു തരത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തെ ബുദ്ധിമുട്ട് പറയുമ്പോഴത്തേക്കും അവരുടെ ജീവിത ശൈലിക്കും രീതിക്കും ഒരു വ്യത്യാസം ഉണ്ടാക്കാനുള്ള പ്രചോദനമായിട്ട് മാർഗത്തിൽ ആകുവാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. ഈ ക്രിസ്മസും നമുക്കൊരു സന്ദേശവും തന്നെയാണ്. യേശുവിന്റെ ജീവിതം സ്വന്തമാക്കിക്കൊണ്ട്, യേശുവിനെ പോലെ ജീവിച്ചുകൊണ്ട് മറ്റുള്ള ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും സമൂഹത്തിലുള്ളവർക്കും ഒരു ക്രിസ്മസ് ആയിട്ട് ത്യാഗമനോഭാവത്തിന്റെയും സ്നേഹത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു ക്രിസ്മസ് ആയിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആശംസകളും. മേരി ക്രിസ്മസ്.